എല്ലാ കൂട്ടുകാർക്കും അഫ്സലുൽ ഉലമ പ്രിലിമിനറി ഫസ്റ്റ് ഇയറിൻ്റെ ഇംഗ്ലീഷ് പഠന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ 55-ാം വാർഷികത്തിൽ നടത്തിയ വളരെ മനോഹരമായ ചരിത്രപരമായ ഒരു പ്രസംഗമാണ്. APJ അബ്ദുൽ കലാം അഡ്രസ്ഡ് APJ അബ്ദുൽ കലാം അഭിസംബോധനം ചെയ്തു ദ നേഷൻ, രാഷ്ട്രത്തെ അഭിസംബോധനം ചെയ്തു. ഓൺ ദ ഈവ് ഓഫ് ദ 55th ആനിവേഴ്സറി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 55-ാം വാർഷിക ദിനത്തിൽ അറ്റ് ഫസ്റ്റ് ആദ്യമായി കലാം എക്സ്പ്രസ്ഡ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ്, കലാം തൻ്റെ നന്ദി പ്രകാശിപ്പിച്ചു. ആർക്കാണ് അദ്ദേഹം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തത്, നന്ദി പ്രകാശിപ്പിച്ചത്? ടു ദ സോൾജിയേഴ്സ്, പട്ടാളക്കാർക്ക്. ആരാ പട്ടാളക്കാർ? ഹൂ ഗോഡ് ദ കൺട്രി, അവരാണ് രാജ്യത്തിന് കാവൽ നിൽക്കുന്നത്. ഇൻ ദ ലാൻഡ്, കരയിൽ, എയർ, വായുവിൽ, ആൻഡ് ദ സീ, കടലിലും കരയിലും വായുവിലുമൊക്കെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന ഭടന്മാർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് കലാം തൻ്റെ സ്പീച്ച് തുടങ്ങുന്നത്. ഇന്ത്യൻ പീപ്പിൾ, ഇന്ത്യയിലെ ആളുകൾ, തോട്ട് ഓഫ് ഫ്രീ ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിച്ചത് ആഫ്റ്റർ ദി 1857 റിവോൾട്ട്, 1857 കലാപത്തിന് ശേഷമാണ്. ദർ ആർ ടു ആസ്പെക്ട്സ് ഓഫ് ഫ്രീഡം. കലാമിൻ്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യത്തിന് 2 ആസ്പെക്റ്റുകളുണ്ട്. എന്താണ് നമുക്ക് ഫ്രീഡം തന്നതെന്നറിയോ? ഫ്രീഡം പ്രൊവൈഡ്സ്, സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നു. സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ്, സെൽഫ് റിലയൻസ്. രണ്ടാമതായി നമുക്ക് സ്വാതന്ത്ര്യം തന്നത് നല്ല യുവാക്കളെ, നല്ല യുവ പോരാളികളെ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പോരാട്ടവീര്യമുള്ള യുവതലമുറയെ നമുക്ക് തന്നു. ഫ്രീഡം സ്ട്രഗിൾ പ്രൊവൈഡ്സ്, സ്വാതന്ത്ര്യ പോരാട്ടം നമുക്ക് നൽകുന്നു. എ ഗ്രൂപ്പ് ഓഫ് യങ് ഫൈറ്റേഴ്സ്, ഒരു യൗവനം തുടിക്കുന്ന പോരാളികളെ. ഹു ഹാവ് വേരിയസ് സ്കിൽസ്, അവർക്ക് വ്യത്യസ്ത കഴിവുകളുണ്ട്. ബിലോങ് ടു ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മേഡ് ജയൻറ്റ് ലീപ്പ്, ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. ഇൻ അഗ്രികൾച്ചർ, കൃഷിയിൽ, ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനത്തിൽ, ഹെൽത്ത് കെയർ, ആരോഗ്യരംഗത്ത്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ. ഇനി കലാം പറയാണ്, നമ്മുടെ മനസ്സൊന്നിക്കണം, നമുക്കൊരു ലക്ഷ്യമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം. എന്നാൽ മാത്രമേ നമുക്ക് രാജ്യത്ത് പുരോഗതി കൊണ്ടുവരാൻ കഴിയൂ. എന്നാൽ മാത്രമേ ഭിന്നമായിട്ടുള്ള വിവിധ ജനവിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് യൂണിറ്റി ഓഫ് മൈൻഡ് വേണം. യൂണിറ്റി ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ഐക്യം. ആൻഡ് എയിം, ലക്ഷ്യത്തിൻ്റെ ഐക്യം. ഈസ് നെസസറി, അത് അത്യാവശ്യമാണ്. എന്തിനാണ് ഒരേ ഒരു ലക്ഷ്യം നമുക്ക് വേണ്ടത്? ടു ഇൻ്റഗ്രേറ്റ്, കൂട്ടിയോജിപ്പിക്കുവാൻ. പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്, വ്യത്യസ്ത ആശയധാരകളിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ ഒന്നിപ്പിക്കണമെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം വേണം, ഒരേ ഒരു മാർഗം വേണം. അത് രാജ്യ പുരോഗതിയാണ്. കലാം സെയ്സ്, കലാം പറയാണ്, ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ജമ്മു കാശ്മീർ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ജമ്മു കാശ്മീർ. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻ്റർനാഷണൽ ഇഷ്യൂ, അതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി ഉയർത്തിക്കാണിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇന്ത്യ ഈസ് റെഡി ഫോർ ബൈലാറ്ററൽ ഡയലോഗ്, ഇന്ത്യ ഉഭയകക്ഷി സംഭാഷണങ്ങൾക്ക് തയ്യാറാണ്. ഇഫ് ക്രോസ് ബോർഡർ ടെററിസം കംസ് ടു എൻഡ്, പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദം നിർത്തുകയാണെങ്കിൽ കാശ്മീർ ഇഷ്യൂ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നും കലാം പറയുന്നുണ്ട്. അതോടൊപ്പം കലാം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആശയമുണ്ട്. കലാം പറയാണ്, ഇന്ത്യയിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ദർ ഈസ് എ പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു പാരഡോക്സിക്കലായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. എന്താ ഇന്ത്യയിലുള്ള ഒരു വൈരുദ്ധ്യം? ഇന്ത്യയിലൊരു പാരഡോക്സിക്കലായ സിറ്റുവേഷൻ ഉണ്ട്. എന്താണത്? ഇന്ത്യയിൽ ഒരു ഭാഗത്ത് വരൾച്ചയുണ്ടാകുന്നു, മറുഭാഗത്തോ വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നു. ദർ ഈസ് ഡ്രോട്ട് ഇൻ വൺ സൈഡ്,
ഒരു ഭാഗത്ത് വരൾച്ച, ആൻഡ് ഫ്ലഡ് ഇൻ അനദർ സൈഡ്, മറ്റൊരു ഭാഗത്തോ വെള്ളപ്പൊക്കം. ദ മേജർ ചാലഞ്ചസ്, ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ വിച്ച് ഇന്ത്യ ഫേസസ്, ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഫ്ലഡ് വെള്ളപ്പൊക്കം, ഡ്രോട്ട് വരൾച്ച, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഭീകരവാദ പ്രവർത്തനങ്ങൾ, ആൻഡ് കമ്മ്യൂണൽ ഡിവൈഡ് സാമുദായികമായിട്ടുള്ള ഭിന്നത, ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് കലാം പറയുന്നത് ഇന്ത്യ ഷുഡ് ഹാവ് എ വാട്ടർ മിഷൻ. ഇന്ത്യക്ക് ഒരു വാട്ടർ മിഷൻ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് വരൾച്ച ഉണ്ടാകുമ്പോൾ ഈ വരൾച്ചയുള്ള ഭാഗത്തേക്ക് വെള്ളം ജലസമൃദ്ധിയുള്ള സ്ഥലത്തുനിന്ന് ഒരു കനാല് കുഴിച്ചു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വരൾച്ചനൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റും. ഇന്ത്യ ഷുഡ് ഹാവ് എ വാട്ടർ മിഷൻ. ഇന്ത്യക്ക് ഒരു ജലപദ്ധതി വേണം. വിച്ച് വുഡ് എൻഷൂർ, അത് ഉറപ്പുവരുത്തണം, ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലലഭ്യത ഇൻ ഓൾ പാർട്സ് ഓഫ് ദ ഇന്ത്യ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. വി ക്യാൻ അവൈൽ വാട്ടർ, നമുക്ക് ജലലഭ്യത ഉറപ്പുവരുത്താം ബൈ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ, സമുദ്രജലത്തിൻ്റെ ഉപ്പുരുചി കളഞ്ഞുകൊണ്ട് ഡീസലൈനേഷൻ നടത്തിക്കൊണ്ട് സമുദ്രജലം ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ജലദൗർബല്യത്തെ നേരിടാൻ കഴിയും. ഇന്ത്യ ഹാസ് എ റിച്ച് ട്രഡീഷൻ. ഇന്ത്യക്ക് റിച്ചായൊരു ട്രഡീഷൻ ഉണ്ട്, സമ്പന്നമായൊരു പാരമ്പര്യമുണ്ട് ഇന്ത്യക്ക്. ഓഫ് 3000 ഇയേഴ്സ്, 3000 വർഷം നീണ്ടു നിൽക്കുന്ന ഇന്ത്യയുടെ മഹിതമായ പാരമ്പര്യമുണ്ട്. ഗാന്ധി എസ്റ്റാബ്ലിഷ്ഡ്, ഗാന്ധിജി സ്ഥാപിച്ചത് സബർമതി ആശ്രമം. എന്തിനാണ് ഗാന്ധിജി ഗുജറാത്തിലൊരു സബർമതി ആശ്രമം ഉണ്ടാക്കിയെന്നറിയോ? ടു ക്യാരി ഔട്ട് റിസർച്ച്, പഠനം നടത്താനാണ്. ഓൺ ട്രൂത്ത്, സത്യത്തെക്കുറിച്ച്. ആൻഡ് ടു ലിവ്, ജീവിക്കാനാണ്. വിത്തൗട്ട് ഫിയർ, ഭയമില്ലാതെ ജീവിക്കുവാൻ. ബ്രിട്ടീഷുകാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ ഉപ്പിന് നികുതി തരില്ല എന്ന് പറയാനാണ് സബർമതി ആശ്രമം ഉണ്ടാക്കിയത്. ഗാന്ധി ടോട്ടസ്, ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത് നോൺ വയലൻസ്, അക്രമരഹിതമായ സമരമാർഗങ്ങളാണ്. ട്രൂത്ത്, സത്യമാണ്. ഫിയർലെസ്നെസ്, ഭയമില്ലാതെ ജീവിക്കുക. കലാം ആസ്ക്ഡ് യങ് ജനറേഷൻ, കലാം പുതിയ തലമുറയോട് പറയാണ് ടു ഗീവ് പ്രിഫറൻസ്, നിങ്ങൾ മുൻഗണന കൊടുക്കണം. ടു ദ നാഷണൽ ഇൻട്രസ്റ്റ്, രാജ്യമാണ് വലുത്. രാഷ്ട്രീയ താല്പര്യങ്ങൾ, രാജ്യത്തിൻ്റെ താല്പര്യമാണ് വലുത് ദാൻ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ വലുത് രാജ്യമാണ്, രാഷ്ട്ര പുരോഗതിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ടു ബി റോൾ മോഡൽസ്, നിങ്ങൾ മാതൃകാ പുരുഷന്മാരായി ജീവിക്കണം. എന്നാൽ മാത്രമേ ലോകത്ത് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് മാർഗദർശിയാവാൻ കഴിയുകയുള്ളൂ. നമ്മൾ മാതൃകയാവണം എന്നും പുതിയ തലമുറയോട് കലാം ആവശ്യപ്പെട്ടു. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയോട് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠാണ്. അപ്പോൾ ഇതിലെല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പാരഗ്രാഫാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 20 മാർക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ലഭ്യമാക്കാൻ കഴിയും.